ഇന്നത്തേത് ഞങ്ങളുടെ ഫ്ലാറ്റ് കാണാൻ വന്ന അമ്മയ്ക്ക് ഒരു ഉഗ്രൻ മേക്ക് ഓവർ നടത്തി കൊടുത്ത കഥയാണ്. അതെ, പപ്പാമ്മയുടെ ഒരു അടിമുടി മേക്ക് ഓവർ കഥ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്മയും ഞാനും കൂടെ മനസ്സില്ലാ മനസ്സോടെ ചിന്നുവിനെ ഷൂട്ടിന് പോകാനായി യാത്രയാക്കി. കക്ഷി ഇനി തിരിച്ചു വരുമ്പോഴത്തേക്കും അമ്മയെ കണ്ടെന്ന് ഞെട്ടണം. അവിടുന്ന് തിരികെ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോൾ അമ്മ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. കൂടെ ഞാനും കൂടി. കേരള വാട്ടർ അതോറിറ്റിയെ കിടുകിടാ വിറപ്പിച്ച പത്മകുമാരിയുടെ മകൻ എല്ലാം പഠിച്ചു. വട്ടത്തിൽ ദോശ ചുടാൻ ഒഴിച്ച് എന്ന് പറഞ്ഞ് തീർന്നില്ല. മായമോ മന്ത്രമോ, ഇത്തവണ എന്റെ ദോശ വട്ടത്തിൽ തന്നെ വന്നിരിക്കുന്നു. അങ്ങനെ ആളൊന്നിന് 2 ദോശയും കഴിച്ച് അമ്മയും മോനും കൂടെ തിരക്കേറിയ എറണാകുളം നഗരത്തിലേക്ക് പഞ്ചനയും കൂട്ടി ഇറങ്ങി. അപ്പോൾ ആദ്യത്തെ പരിപാടി അമ്മയുടെ പല്ലൊന്ന് ക്ലീൻ ചെയ്യണം. ഇത് കേട്ടപാടെ കക്ഷിയുടെ മറുപടിയും ഇങ്ങെത്തി. ഒരു പിടി ഉമിക്കരി വെച്ച് പിടിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ എന്റെ പല്ലിലെ കറയെന്ന്. ഒടുവിൽ ഒരുവിധം കാര്യം പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ച് അമ്മയെ ഞാൻ നേരെ നമ്മുടെ സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്കിൽ എത്തിപ്പിച്ചു. അമ്മ വീണ്ടും ഉമിക്കരി മതി എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഡോക്ടറിന്റെ വിളിയും ഇങ്ങെത്തി. ഒട്ടും വച്ച് താമസിപ്പിക്കാതെ പരിപാടിയും ആരംഭിച്ചു. ഈ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ ആള് പേടിക്കുമെന്ന് കരുതി എനിക്ക് പിഴച്ചു. പുഷ്പം പോലെ പല്ലും ക്ലീൻ ചെയ്ത് അതാ വരുന്നു ബി പത്മകുമാരി. ബൈ ദ വേ, നിങ്ങളുടെ നാട്ടിൽ ഈ ഉമ്മിക്കരിക്ക് വേറെ പേര് വല്ലതും ഉണ്ടെങ്കിൽ താഴെ പറയണം കേട്ടോ, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാന്. അപ്പോൾ പല്ലിന്റെ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്യാനായി തിരിച്ചു. ഒരു തനി നാട്ടുംപുറത്തുകാരിയായ ഞങ്ങളുടെ പപ്പാമ്മ ആകപ്പാടെ ഒരു സലൂണിൽ പോയി ഞാൻ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തിനാണ്. അങ്ങനെ മെട്രോ പണിയുടെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായ ബോട്ട്നിക് സലൂണിലെത്തി. അമ്മയ്ക്കാണെങ്കിലോ ഇങ്ങോട്ടേക്ക് കയറിയത് മുതൽ വല്ലാത്തൊരു നാണവും. എങ്ങാനും മനസ്സ് മാറിയാലോ എന്ന് കരുതി സമയം കളയാതെ തന്നെ അമ്മയെ ഫേഷ്യൽ നിർത്തി. ആദ്യമൊക്കെ ചെറിയൊരു മടി കാണിച്ചുവെങ്കിലും എന്റെ നുറുങ്ങ് കള്ളത്തരങ്ങളിൽ അമ്മ വീണു എന്ന് തന്നെ പറയാം. എന്തായിരിക്കും ആ കള്ളത്തരമെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചോളൂ. അങ്ങനെ ജീവിതത്തിൽ അമ്മ അതാ ആദ്യമായി ഫേഷ്യൽ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞതും അടുത്തത് മുടിയൊന്ന് കറുപ്പിക്കാൻ തീരുമാനമായി. സത്യം പറഞ്ഞാൽ അമ്മയുടെ ഈ നാണവും കൗതുകവും ഒക്കെ കാണുമ്പോൾ എനിക്കെന്തോ പണ്ടാരോ പറഞ്ഞതാണ് ഓർമ്മയിൽ വരുന്നത്. പ്രായം കൂടുന്തോറും നമ്മുടെ മനസ്സ് തിരികെ ചെറുപ്പത്തിലേക്ക് പോകുമെന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണാവോ അമ്മ എനിക്കൊരു കുഞ്ഞുകുട്ടിയെ പോലെ തോന്നുന്നത്. പണ്ട് അച്ഛന്റെയും അമ്മയുടെയും കൈയും പിടിച്ച് ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയ ഞാനെന്ന ആ കുഞ്ഞുകുട്ടിയെ പോലെ. ഹെയർ കളർ അപ്ലൈ ചെയ്ത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഓരോ പെഡിക്യൂറും മാനിക്യൂറും കൂടെ പിടിപ്പിക്കാമെന്ന എന്റെ വാശിയും വലിച്ചു. കൂട്ടത്തിൽ കുറച്ച് നെയിൽ പോളിഷ് അഥവാ അമ്മയുടെ സ്വന്തം ക്യൂടെക്സും കൂടെ ആയിക്കോട്ടെ എന്നായി ഞാൻ. അല്പം ജ്യൂസ് കുടിക്കുന്നതിന്റെ ഇടയിൽ അതാ വരുന്നു അമ്മയുടെ അടുത്ത ചോദ്യം. എടാ, എന്നെ കാണാൻ ഇപ്പൊ കുബേരൻ സിനിമയിലെ കൊട്ടാരത്തിൽ താമസിക്കാൻ പോകുന്ന ദിലീപിന്റെ ലുക്കുണ്ടോ എന്ന്. ഇല്ല, മറിച്ച് ഉദയനാണ് താരത്തിലെ സരോജ് കുമാറിനെ പോലെ ഉണ്ടെന്നായി ഞാനും. അങ്ങനെ മിണ്ടിയും പറഞ്ഞും പരിപാടികൾ ഓരോന്നായി അവസാനിച്ചു. കലാശക്കൊട്ടിലേക്കും കടന്നു. ഹെയർ വാഷും കഴിഞ്ഞ് അതാ ഫൈനൽ ലുക്കിലേക്ക് കടക്കുന്ന പപ്പാമ്മ, അഥവാ ഒരു 5 വർഷം പിന്നിലേക്ക് പോയ എന്റെ അമ്മ. എന്തോ അമ്മ ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. എന്തൊരു ഭംഗിയല്ലേ. അല്ലെങ്കിലും ഒരിക്കലും നമ്മുടെ അമ്മമാരുടെ മൊഞ്ചൊന്നും പോയി പോകൂല. ഇനി ഇത് കണ്ടിട്ട് ചിന്നു എന്തു പറഞ്ഞു എന്നത് കക്ഷി തന്നെ താഴെ കമന്റ് ചെയ്തോളും. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.